നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളുടെ 203 കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു. കമ്പനി സമാഹരിച്ച പണത്തിൽ 482 കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ED. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. സ്തുത്യർഹമായ സേവനത്തിനുള്ള അവാർഡിന് IG A അക്ബറും DYSP സലീഷ് N ശങ്കർ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് 11 പേർ. അന്നമനടയിൽ ജാഗ്രതാ നിർദ്ദേശം. 4 പേരെ കടിച്ച തെരുവ് നായ ചത്തു. നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളുടെ 203 കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു. ഹൈറിച്ച് തട്ടിപ്പിൽ EDയും അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടപടി. കമ്പനി സമാഹരിച്ച പണത്തിൽ 482 കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ED പറയുന്നു. ഹൈറിച്ച് നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത 1630 കോടി രൂപ പോയത് 4 ബാങ്കുകളിലെ 20 അക്കൗണ്ടുകളിലേക്കാണെന്ന് കണ്ടെത്തി. ഹൈറിച്ച് കമ്പനിയുടെ പേരിലും മുഖ്യപ്രതികളായ മാനേജിംഗ് ഡയറക്ടർ KD പ്രതാപൻ, ഭാര്യയും CEOയുമായ ശ്രീന എന്നിവരുടെ പേരിലുമാണ് അക്കൗണ്ടുകൾ തുറന്നത്. സ്വകാര്യ ബാങ്കുകളിലായിരുന്നു അക്കൗണ്ടുകൾ തുറന്നത്. പലചരക്ക് സാധനങ്ങൾ നേരിട്ട് വീടുകളിലെത്തിക്കുന്ന ശൃംഖല എന്ന പേരിൽ ആരംഭിച്ച കമ്പനി നിയമവിരുദ്ധമായി നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് മണി ചെയിൻ ഇടപാട് നടത്തിയത്. നേരത്തെ 126 കോടി രൂപയുടെ GST വെട്ടിപ്പിലും കമ്പനി കുടുങ്ങിയിരുന്നു. ED റെയ്ഡിനെത്തുന്ന വിവരമറിഞ്ഞ് പ്രതാപനും ഭാര്യയും വീട്ടിൽ നിന്ന് മുങ്ങിയിരുന്നു. ഇവർ മുൻകൂർ ജാമ്യം തേടി കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. 2019 തൃശൂരിലെ ചേർപ്പ് ഞെരുവിശ്ശേരി ആസ്ഥാനമായി പ്രതാപനും ഭാര്യ ശ്രീനയും ചേർന്ന ഹൈറിച്ച് കമ്പനി ആരംഭിക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. വിശിഷ്ട സേവനത്തിന് മലയാളി ഉൾപ്പെടെ 3 പേർക്ക് മെഡൽ. സ്തുത്യർഹമായ സേവനത്തിനുള്ള അവാർഡിന് IG A അക്ബറും DYSP സലീഷ് N ശങ്കർ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് 11 പേർ. 1998 പോലീസ് കോൺസ്റ്റബിളായി KAP 2ാം ബറ്റാലിയനിൽ കേരള പോലീസിൽ ജോലിയിൽ പ്രവേശിച്ച സലീഷ് 2003 നേരിട്ട് സബ് ഇൻസ്പെക്ടറായി ചേർന്നു. 2010 ഇൻസ്പെക്ടർ ഓഫ് പോലീസായി. പ്രമോഷനായി 11 വർഷത്തെ സേവനത്തിനു ശേഷം 2021 ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായി പ്രമോഷനായി. വടകര സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയി നിയമിതനായ ശേഷം അവിടെ നിന്നും കൊടുങ്ങല്ലൂർ DYSP ആയി ചാർജ് എടുത്തു. ഇതുവരെയുള്ള സർവീസ് കാലയളവിൽ അദ്ദേഹത്തിന് 128 ഗുഡ് സർവീസ് എൻട്രിയും 2013 സ്തുത്യർഹ സേവനത്തിന് കേരള മുഖ്യമന്ത്രിയുടെ മെഡലും 2016 കുറ്റാന്വേഷണ മികവിന് DGPയുടെ ബാഡ്ജ് ഓഫ് ഓണറും ലഭിച്ചിട്ടുണ്ട്. അന്നമനടയിൽ ജാഗ്രതാ നിർദ്ദേശം. 4 പേരെ കടിച്ച തെരുവ് നായ ചത്തു. നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ജനുവരി 20 അന്നമനട ജംഗ്ഷനിൽ 4 പേരെ തെരുവ് നായ കടിച്ചത്. അന്നമനട പഞ്ചായത്തിലെ 3 പേർക്കും മേലടൂർ പഞ്ചായത്തിലെ ഒരാൾക്കുമാണ് കടിയേറ്റത്. ഇവർക്ക് ഉടൻ തന്നെ ആവശ്യമായ ചികിത്സയും നൽകിയിരുന്നു. നായ ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ ഉണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിൽ പട്ടി മറ്റു പട്ടികളെയും കടിച്ചതായി വിവരം ലഭിച്ചു. അതുകൊണ്ട് എല്ലാവരും പ്രത്യേക ജാഗ്രത വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അറിയിച്ചു. ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം KPMS വിളംബര ജാഥ നടത്തി. അന്നമനട യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര ജാഥ അന്നമനട സെന്ററിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം TK സുബ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് KS സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി ഗീത ബാസി, വിജി ശശി, PC രവി, MK ഷിബു, KV സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യ AKM ഹൈസ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ മാനേജർ ഔസേ പമ്പൂക്കൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷം ചെല്ലുമ്പോഴും നമ്മളുടെ ഹൈസ്കൂളിൻ്റെ നിലവാരം നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ആയാലും അതിലും നല്ല നിലവാരം നമ്മൾ
നിലനിർത്തുന്നുണ്ട്. ഇവിടെ പ്രശസ്തമായ സേവനം കാഴ്ചവെച്ചിട്ടുള്ള എല്ലാ വർഷവും നമുക്കറിയാം ഇതുപോലെയുള്ള യാത്രയയപ്പുകൾ നടക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. കോമഡി ഉത്സവം ഫെയിം പ്രദീപ് പൂലാനി മുഖ്യാതിഥിയായിരുന്നു. പ്രധാനാധ്യാപിക CT സ്റ്റെല്ല, P രേഖ, LP പ്രധാനാധ്യാപിക ദീപ പാപ്പച്ചൻ, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുജൻ പൂപ്പത്തി, വാർഡ് മെമ്പർ TK കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, പൊയ്യ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ റീന സേവ്യർ, PTA പ്രസിഡന്റുമാരായ PV ഗോപകുമാർ, സന്തോഷ് അർമുഖൻ, സാബു കൈതാരൻ, CA ബെന്നി എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന മിനി ഫ്രാൻസിസ്, CD ഡാലി, KK ഉഷ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ശ്രീ കൂടൽമാണിക്യം ദേവസ്വത്തെ ആദരിച്ച് പടിഞ്ഞാറ് ഗോപുര കമ്മിറ്റി ഭാരവാഹികൾ. പടിഞ്ഞാറ് ഗോപുര സമർപ്പണം, പടിഞ്ഞാറ് നടപുരയുടെ നവീകരണം തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ 6 വർഷക്കാലം എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയതിനാണ് ദേവസ്വവുമായി പ്രവർത്തിച്ച ഭാരവാഹികൾ ദേവസ്വം ഓഫീസിലെത്തി മൊമന്റോ നൽകി പൊന്നാടയണിയിച്ച് അനുമോദിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളുടെ 203 കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു. കമ്പനി സമാഹരിച്ച പണത്തിൽ 482 കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ED. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. സ്തുത്യർഹമായ സേവനത്തിനുള്ള അവാർഡിന് IG A അക്ബറും DYSP സലീഷൻ ശങ്കർ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് 11 പേർ. അന്നമനടയിൽ ജാഗ്രതാ നിർദ്ദേശം, 4 പേരെ കടിച്ച തെരുവ് നായ ചത്തു. നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.